അത് ടൗണിൽ നിന്ന് വന്ന് ചേരുന്ന റോഡാണ്. ഹൈവേയിലേക്ക് ഇടയ്ക്കിടയ്ക്ക് വീണ്ടും മഴ കാരണം കുറേ സ്ഥലങ്ങൾ റോഡ് പണി സ്ലോ ആവുന്നുണ്ട്. എന്നാലും കണ്ണൂർ ജില്ലയെ അപേക്ഷിച്ച് കാസർഗോഡ് ജില്ലയിൽ പണി കുറച്ച് സ്പീഡായിട്ട് നടക്കുന്നുണ്ട്. ഈ മുന്നിൽ കാണുന്നത് റെയിൽവേ ഓവർബ്രിഡ്ജാണ്. ഇത് ഹൈവേ പണി വരുന്നതിന് മുന്നേ ഏകദേശം പണി പൂർത്തിയിട്ടുണ്ട്. ഇനി റെയിൽവേ ക്രോസിംഗ് മാത്രമേ പണി പൂർത്തിയാവുള്ളൂ. ഇത് ഹൈവേക്ക് വേണ്ടി തന്നെ അവർ ആദ്യം മുൻകൂട്ടി ചെയ്ത മേൽപ്പാലാണ്. ഈ കാണുന്നത് നീലേശ്വരം ടൗൺ കഴിഞ്ഞ വഴിയിലെ പൊപ്പാലത്തിൻ്റെ പില്ലറിൻ്റെ പൈൻ വർക്ക് നടന്നിരിക്കുന്നത്. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് മെയിനായിട്ട് ഉദ്ദേശം പറഞ്ഞാൽ ഒരുപാട് നമ്മുടെ പ്രവാസി സുഹൃത്തുക്കളുണ്ട്. അവർക്ക് പുതിയ പറഞ്ഞാൽ നാട്ടിലെ ഹൈവേ പണി എത്ര ആയി എന്നുള്ള കാര്യങ്ങൾ അറിയാനില്ല. അധികം ആഗ്രഹങ്ങളുണ്ടാവും. അവർക്ക് ഇത് നല്ലൊരു ഉപകാരമായിരിക്കും. ഞാനൊരു ചെറിയ യൂട്യൂബറാണ്, സ്റ്റാർട്ടിംഗ് ആണ്. അപ്പോൾ അധികം സബ്സ്ക്രൈബ്സ് ഒന്നുമില്ല. മുന്നോട്ട് പോകണമെങ്കിൽ കുറച്ച് സബ്സ്ക്രൈബ്സിന് ആവശ്യമാണ്. അപ്പോൾ അതിൻ്റെ പരമാവധി വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണമെന്ന് ശ്രദ്ധിക്കണം. നിങ്ങൾ മുന്നിൽ കാണാൻ പോകുന്നത് ഒരു വലിയൊരു കുന്നാണ്. അതിപ്പോൾ ഹൈവേ റോഡിൻ്റെ വർക്കിന് വേണ്ടിയിട്ട് ഇതിൻ്റെ പകുതി ഭാഗം വരെ അവർ പിടിച്ച് താലേക്ക് എടുത്ത് അതിന് മണ്ണ് റോഡിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുറേ ഭാഗം മഴ തിരിഞ്ഞ് പോകുന്നുണ്ട്. പിന്നെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നാട്ടുകാർക്ക് പ്രശ്നമില്ല, അവർക്ക് ഒരു സ്ഥലങ്ങളിൽ അറിയാം. പക്ഷേ പുറമേ നിന്ന് വരുന്ന യാത്രക്കാർ വളരെ ശ്രദ്ധിക്കണം. അവർക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രീതിയിലാണ് റോഡ് പണിയുടെ പല സ്ഥലങ്ങളിലും ഡിവൈഡറും അതിൻ്റെ കരിങ്കലും വെച്ചിട്ടുള്ളത്. രാത്രി ഡ്രൈവ് ചെയ്യുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പുറമേ വരുന്ന യാത്രക്കാർ വളരെ ശ്രദ്ധിക്കണം. സുഹൃത്തുക്കളെ, ഇത് ഞാൻ 2-3 കൊല്ലം മുമ്പ് റോഡ് പണി തുടങ്ങിയ സമയത്ത് ഷൂട്ട് ചെയ്തതാണ്. ഇതിൻ്റെ ബാക്കിൽ നിങ്ങൾ കണ്ടത് ആഫ്റ്റർ ആൻഡ് ബിഫോർ. അതിനുശേഷം ഇപ്പം ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കുറേ ഭാഗം റോഡെല്ലാം ഓപ്പണായി. കുറച്ച് സ്ഥലത്ത് പണി നടക്കുന്നത്രേ. കാസർഗോഡെല്ലാം ഏകദേശമായി. കണ്ണൂർ ജില്ലയിൽ പിന്നെ ഒരുപാട് സ്ഥലം പാടങ്ങളിലെല്ലാം പോകുന്നുണ്ട്. അപ്പോൾ ആടെല്ലാം ഫില്ലറും അതിൻ്റെ പാലെല്ലാം പണി നടന്നുകൊണ്ടല്ലേ. ഇത് പടന്നക്കാട് നമ്മുടെ എന്താ പറയുക, പഴയ
റെയിൽവേ ഓവർബ്രിഡ്ജാണ്. ഇതിൻ്റെ സൈഡിലോക്കൂടി പുതിയ പാലത്തിൻ്റെ പണി നടക്കുന്നുണ്ട്. അതിൻ്റെ ഫില്ലർ മാത്രം ഏകദേശം ആയിട്ടുണ്ട്. അത് എങ്ങനെയാണെന്ന് മനസ്സിലാവുന്നില്ല അവരുടെ പ്ലാനിങ്. മുമ്പത്തെ പോലെയൊന്നുമല്ല. മുമ്പ് നമുക്ക് ഈ ലൈനിൽ എവിടെ വന്നാലും നമുക്ക് സൈഡാക്കാൻ സ്ഥലമുണ്ട്. നല്ല ചൂടാണെങ്കിൽ ഒരുപാട് മരങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ ഒന്നുമില്ല, മരങ്ങളെല്ലാം മുറിച്ച് ഇപ്പം ഭയങ്കര ചൂടാണ്. ഉച്ച സമയത്തൊന്നും ഒരു കാരണവശാലും റോഡിലൊന്നും നമുക്കിങ്ങനെ ഒരുപാട് സമയം നിൽക്കാനൊന്നും പറ്റില്ല. പൊടിയും ഭയങ്കര പൊടിയാണ്, മഴ പെയ്താൽ ചളി. ഇതെല്ലാം ഏകദേശം റോഡ് പൂർത്തിയായ സമാധാനം ഉണ്ടാവുള്ളൂ. ഇത് നീലേശ്വരം പാലാണ് ഈ കാണുന്നത്. ഇത് നീലേശ്വരം ടൗണ്. ഇവിടെയെല്ലാം പണി ഇങ്ങനെ നടന്നുകൊണ്ടുണ്ടേ. പക്ഷേ ഇവിടെയൊന്നും മറ്റേ അധികം ഫില്ലറിലൊന്നുമല്ല പോകുന്നത്. മൊത്തം ബോക്സ് വെച്ചിട്ട് മണ്ണിട്ട് മൂടിയിട്ടുള്ള പരിപാടിയില്ല. അതാണ് ഈ ക്രോസിങ്ങിൻ്റെ അടുത്ത് മാത്രമേ ഇതുപോലെ ഓവർബ്രിഡ്ജ് കാണുന്നുള്ളൂ. ഈ ഭാഗത്ത് കുറച്ച് സ്ഥലത്ത് സ്ലോ ഉണ്ട്. ബാക്കിയുള്ള സ്ഥലത്ത് ഏകദേശം പൂർത്തിയായി. ഇത് പിന്നെ നീലേശ്വരത്ത് നിന്ന് ചെറുവത്തൂർ റൂട്ടാണ്. സത്യം പറഞ്ഞാൽ ഈ റൂട്ടിലിപ്പം ചെറുവത്തൂർ നീലേശ്വരം കഴിഞ്ഞാൽ ചെറുവത്തൂർ വരെ ചെറുവത്തൂർ ടൗണൊന്നും ടച്ച് ആവില്ല. അങ്ങനെയാണ് റോഡ് പോകുന്നത്. ഇത് അവിടുത്തെ പാലവും കാര്യങ്ങളെല്ലാം നടക്കുന്നത്. ഇവിടെ കുറേ സ്ഥലത്ത് മണ്ണെടുത്തിട്ട് ഇവർ റോഡ് പണിക്ക് മണ്ണ് കുന്നടിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഇപ്രാവശ്യത്തെ മഴക്കറിയാം. കാരണം മൊത്തത്തിൽ ഇടിയുന്നുണ്ട്. ഏത് രീതിയിലാണ് ഇവിടെ അപകടം സംഭവിക്കുന്നത് പറയാൻ പറ്റില്ല. നിങ്ങൾ സൈഡ് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് നീലേശ്വരത്ത് നിന്ന് ചെറുവത്തൂരിലേക്കുള്ള ടൗണിലേക്കുള്ള റൂട്ടാണ്. പയ്യന്നൂരിൽ നിന്ന് നമ്മൾ കാഞ്ഞങ്ങാട് ഭാഗത്തേക്ക് വരുമ്പോൾ പുതിയ ഹൈവേയിലേ വരാൻ പറ്റും. പക്ഷേ തിരിച്ചു പോകുമ്പോൾ അതിലേ പോകാൻ പറ്റില്ല. കാരണം അവിടെ റോഡ് പണി നടക്കുന്നതുകൊണ്ട് ചെറുവത്തൂർ ടൗണിൽ തന്നെ പോകണം. ചെറുവത്തൂർ ടൗൺ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ലെഫ്റ്റ് ചെയ്തിട്ട് പിന്നെ ആദ്യം നമ്മൾ ഹൈവേയിലേക്ക് തന്നെ എത്തും. താൽക്കാലികമായിട്ട് ഇപ്പോൾ ഇങ്ങനെ ഇവർ റോഡ് വിട്ടില്ലേ, ഈ സൈഡെല്ലാം കണ്ടത് ഇതെല്ലാം ഇവർ മണ്ണിടിച്ചതാണ്. ഇപ്പോൾ കോൺക്രീറ്റ് ഇങ്ങനെ ചെയ്ത് വെക്കുന്നുണ്ട്. പക്ഷേ ബീമായിട്ടൊന്നും ചെയ്യുന്നില്ല അവർ. ജസ്റ്റ് ഇങ്ങനെ അവിടെ തേപ്പ് പോലെ ചെയ്ത് വെക്കുന്നതാണ്. അത് കോഴിക്കോട് ഭാഗത്ത് കുറേ സ്ഥലത്തെല്ലാം മഴക്ക് ഇടിഞ്ഞ് വീഴുന്നുണ്ട്. ഇവിടെ എങ്ങനെ എന്താ സംഭവിക്കാമെന്ന് പറയാൻ പറ്റില്ല. ഇവിടെയെല്ലാം താഴെക്കൂടെ റോഡ് പണിയായിട്ടുണ്ട്. ഇത് കാലിക്കടവ് ടൗണ്. കാലിക്കടവ് ടൗണ് പുറത്തുകൂടിയാണ് ഹൈവേ പോകുന്നത്. കാലിക്കടവ് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് സ്ഥലത്ത് മാത്രമേ പണി പൂർത്തിയാകാൻ ബാക്കിയുള്ളൂ. ബാക്കി ഒരുവിധം എല്ലാ സ്ഥലത്തും പണി ഫിനിഷായി ഏകദേശം. നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇപ്പോൾ പഴയ പോലെ ഒന്നല്ല, മംഗലാപുരം പോകുന്നവർക്കെല്ലാം ഒരുപാട് ടൈം ലാഭമുണ്ട്. അപ്പോൾ ഹൈവേ മൊത്തത്തിൽ പൂർത്തിയായി കഴിഞ്ഞാൽ കാസർഗോഡ് ടു തിരുവനന്തപുരം ചെറിയ ടൈം കൊണ്ട് നമുക്ക് ഓടിയെത്താൻ പറ്റും. കണ്ട ഇവിടെയൊക്കെ ഏകദേശം സെറ്റായി. കുറച്ച് ഭാഗങ്ങൾ മാത്രമേ പണി പൂർത്തിയാകാൻ ബാക്കിയുള്ളൂ. പിന്നെ പയ്യന്നൂർ ടൗണ് എത്തുന്നതിന് മുമ്പായിട്ട് റോഡ് തെറ്റിയിട്ട് പോവും. പഴയ ഹൈവേ ആയിട്ട് ഒരു ബന്ധമില്ല. പെരുമ്പാ എന്ന് പറയുന്നില്ലേ, അത് പുറത്തുകൂടി ആ റോഡ് പോകുന്നു. എന്നിട്ട് പെരുമ്പാ പാലം കഴിഞ്ഞ് കുറച്ചപ്പുറം പോയപാട് പിന്നെയും നമ്മൾ പഴയ ഹൈവേയിലേക്ക് തന്നെ ജോയിൻ ചെയ്യലാണ്. വീട്ടിൽ ഏകദേശം ഒരു പരിധിവരെ പണി എല്ലാം ഫിനിഷായി. നല്ല ഭംഗിയുണ്ട്.